കള്ളവോട്ട് പരാതി വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കുറ്റ്യാടി, ഷൊർണൂർ എന്നൊക്കെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള കള്ളവോട്ട് പരാതിയുടെ വിവരങ്ങൾ നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും LDF ബൂത്ത് ഏജന്റുമാരും തമ്മിൽ കള്ളവോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിനിടെ കോഴിക്കോട്ട് കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്ന പരാതിയും വരുന്നു. ഒട്ടിയമ്പലം പറമ്പ് സ്വദേശി രമേശൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയി എന്നാണ് പരാതി. പയ്യാനക്കൽ ബൂത്ത് നമ്പർ 133-ലാണ് ക്രമക്കേട് നടന്നത്. ദിലിഷ തിലകൻ ഉണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. ദിലിഷ, എന്താണ് വിവരങ്ങൾ, പറയൂ. അനുജ ഗോപികൃഷ്ണൻ, ഇത് ഇപ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ പയ്യാനക്കൽ സ്കൂളിലാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് ബൂത്ത് നമ്പർ 133-ലാണ് പയ്യാനക്കൽ സ്വദേശിയായിട്ടുള്ള രമേശൻ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് തന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയതായിട്ട് അറിയുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ വരി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്ക് അവിടെ ഉണ്ട്. വരി നിന്ന് വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയതായിട്ട് അറിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. എന്തായാലും ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. NDA സ്ഥാനാർത്ഥി T രനീഷ്, അതുപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു, LDF-ന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോഴി, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും NDA സ്ഥാനാർത്ഥി T രമേശ് എല്ലാം തന്നെ ഇപ്പോൾ ആ പയ്യാനക്കൽ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. രമേശൻ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അറിയിക്കുന്നുണ്ട്. തനിക്ക് വോട്ട് ചെയ്യാനുള്ള തന്റെ അവകാശം മറ്റൊരാൾ നിർവഹിച്ചു പോയിരിക്കുന്നു. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.